നീണ്ട 52 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പ് കളിക്കാനെത്തിയ ആഫ്രിക്കൻ കരുത്തരായ കോങ്കോയ്ക്ക് മുന്നിൽ ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും സംഘത്തിനും അപ്രതീക്ഷിത തിരിച്ചടി. സൂപ്പർതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള വമ്പൻ നിര കളം നിറഞ്ഞ് തകർത്ത് കളിച്ചിട്ടും കോങ്കോയ്ക്കെതിരെ വിജയഗോൾ നേടാൻ ക്രിസ്ത്യാനോയ്ക്ക് സാധിച്ചില്ല. കളിയിലുടനീളം ആധിപത്യം പുലർത്തിയിട്ടും കോങ്കോയുടെ ഉരുക്ക് പ്രതിരോധക്കോട്ട ഭേദിക്കാൻ പറങ്കിപ്പടയ്ക്ക് കഴിയാതെ പോയത് ആരാധകരെയും ഫുട്ബോൾ ലോകത്തെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നാണ് ലോകകപ്പ് സാക്ഷ്യം വഹിച്ചത്. 5 പതിറ്റാണ്ടിലേറെക്കാലം ലോകകപ്പ് വേദിയിൽ നിന്നും വിട്ടുനിന്ന ഒരു ടീമാണ് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളെയും അദ്ദേഹത്തിന്റെ കരുത്തുറ്റ സംഘത്തെയും തളച്ചത്. നീണ്ട 5 പതിറ്റാണ്ടിലധികം കാലത്തെ കഠിനമായ കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പിന്റെ വലിയ വേദിയിലേക്ക് യോഗ്യത നേടിയെത്തിയ ആഫ്രിക്കൻ കരുത്തരായ കോങ്കോ ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ പോർച്ചുഗലിനെ സമനിലയിൽ തിളക്കുകയായിരുന്നു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ വമ്പൻ നിരയെ ഒന്നിനെതിരെ ഒരു ഗോളിനാണ് കോങ്കോയുടെ ഉരുക്ക് പ്രതിരോധം കെട്ടിയിട്ടത്. കളിക്കളത്തിലുടനീളം പന്തടക്കത്തിലും ആക്രമണത്തിലും പോർച്ചുഗൽ ആധിപത്യം പുലർത്തിയെങ്കിലും ആഫ്രിക്കൻ കോട്ട ഭേദിക്കാൻ അവർക്ക് സാധിക്കാതെ പോയത് ആരാധകരെയും ഫുട്ബോൾ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. കന്നി ലോകകപ്പ് കളിക്കാനിറങ്ങിയ ഒരു ടീമിനോട് പോർച്ചുഗൽ പോലൊരു വൻമരം വീഴാതെ വീണത് ഗ്രൂപ്പ് കെയിലെ മത്സരങ്ങളെ ആകെ പ്രവചനാതീതമാക്കി മാറ്റിയിരിക്കുകയാണ്. മത്സരത്തിന് തുടക്കം പോർച്ചുഗലിന്റെ പതിവ് ശൈലിയിലുള്ള ആക്രമണങ്ങളോടെയായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടെ കളം നിറഞ്ഞ പറങ്കിപ്പട കിക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തന്നെ കോങ്കോയുടെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറി. ഇതിന് ഫലമായി മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ ഇവർ ആദ്യ ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു. ഇടതുവിങ്ങിൽ നിന്നും പെഡ്രോ നെറ്റോ കൃത്യതയോടെ ബോക്സിലേക്ക് നൽകിയ മനോഹരമായ ക്രോസ് ജാവോ നെവസ് തലകൊണ്ട് തൊടുത്ത് കോങ്കോയുടെ വലയെത്തിക്കുകയായിരുന്നു. ഈ തുടക്കത്തോടെ പോർച്ചുഗൽ വലിയൊരു ഗോൾ മഴ പെയ്ക്കുമെന്ന് കരുതിയെങ്കിലും കളി 10 മിനിറ്റ് പിന്നിട്ടതോടെ കോങ്കോ താളം കണ്ടെത്തി. ഇതോടെ പോർച്ചുഗലിന്റെ ആക്രമണങ്ങളുടെ മൂർച്ച കുറയുകയും പന്ത് കൈവശം വെച്ച് കളി സാവധാനത്തിലാക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. മധ്യനിരയിൽ വിറ്റീനിയ കളി നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോങ്കോ തങ്ങളുടെ ചരിത്ര ഗോൾ നേടി. ആത്തുർ മസാക്കു എടുത്ത കോർണർ കിക്ക് പോർച്ചുഗീസ് പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി ഉയർന്നു ചാടിയ യോവാൻ വിസ തലകൊണ്ട് കൃത്യമായി വലയിലേക്ക് തിരിച്ചുവിട്ടു. കോങ്കോയുടെ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യ ഗോളായിരുന്നു ഇത്. 2-ാം പകുതിയിൽ കളി കൂടുതൽ ആവേശഭരിതമായി. ആദ്യ പകുതിയിൽ മഞ്ഞക്കാട് കണ്ട ബെർണാഡോ സിൽവയ്ക്ക് പകരം ഫ്രാൻസിസ്കോ ഖൊൻസേവയെ പോർച്ചുഗൽ പരിശീലകൻ മൈതാനത്തിറക്കി. ഇതോടെ അവരുടെ വലതുവിങ് കൂടുതൽ സജീവമാകുകയും കോങ്കോ പ്രതിരോധത്തിന് ഖൊൻസൈസാവോ വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. എന്നാൽ മറുഭാഗത്ത് സമനില ഗോൾ നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ കോങ്കോയും കളം നിറഞ്ഞു. എഡോ കയംബെ, സാമുവൽ മുത്തുസാമി, നോവ സിദ്ദിഖി എന്നിവർ ചേർന്ന് മുന്നേറ്റ നിരയിലേക്ക് നിരന്തരം പന്തുകൾ എത്തിച്ചതോടെ പോർച്ചുഗീസ് പ്രതിരോധം പലപ്പോഴും വിറച്ചു. മത്സരത്തിന്റെ 54-ാം മിനിറ്റിൽ ജാനോ ഖാൻസലോ ഒരു ബൈസിക്കിൾ കിക്കിലൂടെ പന്ത് വലയിൽ എത്തിച്ചെങ്കിലും റഫറി അത് ഓഫ് സൈഡ് വിധിച്ചു. തൊട്ടുപിന്നാലെ 57-ാം മിനിറ്റിൽ സെഡ്രിക് ബക്കാംബുവിന്റെ ഒരു തകർപ്പൻ ഷോട്ട് പോർച്ചുഗീസ് പോസ്റ്റിൽ ഇടിച്ച് മടങ്ങിയത് കോങ്കോയ്ക്ക് നിർഭാഗ്യമായി. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇരു ടീമുകളും വിജയത്തിനായി സർവ്വ കരുത്തുമെടുത്ത് പോരാടിയതോടെ കളി പലപ്പോഴും കയ്യാങ്കളിയുടെ വക്കോളമെത്തി. ഈ മത്സരത്തിൽ പോർച്ചുഗലിന്റെ പരാജയത്തിന് തുല്യമായ സമനിലയ്ക്ക് പ്രധാന കാരണം സൂപ്പർതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മോശം ഫോം കൂടിയായിരുന്നു. കളിയിലുടനീളം തീർത്തും നിറമങ്ങിയ റൊണാൾഡോയ്ക്ക് ആദ്യ പകുതിയിൽ ഒരേ ഒരു തവണ മാത്രമാണ് എതിർ ബോക്സിൽ പന്ത് തൊടാനായത്. 2-ാം പകുതിയിൽ ലഭിച്ച 2 സുവർണ അവസരങ്ങൾ താരം അവിശ്വസനീയമായ വിധം പാഴാക്കി കളയുകയും ചെയ്തു. 68-ാം മിനിറ്റിലും 73-ാം മിനിറ്റിലും ഖൊൻസൈസാവോ ഒരുക്കി നൽകിയ മികച്ച അവസരങ്ങൾ റൊണാൾഡോയ്ക്ക് ലക്ഷ്യത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. അവസാന മിനിറ്റുകളിൽ പോർച്ചുഗലിന്റെ നിരന്തരമായ ആക്രമണങ്ങളെ കോങ്കോയുടെ പ്രതിരോധ നിര കാത്തുസൂക്ഷിച്ചതോടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി സമനിലയോടെ അവസാനിക്കുകയായിരുന്നു.